AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ലെന്ന് കെ മുരളീധരൻ. നേതൃമാറ്റത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനുണ്ടെന്നും മുരളീധരൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവലോകനം മാത്രമാണ് നടത്തിയതെന്നും മുരളീധരൻ പറയുന്നു. ഈ യോഗത്തിന് ശേഷം ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളെയായി നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങേ കണ്ടിരുന്നു? ഞാൻ കണ്ടിരുന്നു. ഞാൻ കണ്ട് വേറൊന്നും സംസാരിച്ചില്ല. നേതൃമാറ്റമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അവർ പറഞ്ഞത് എങ്ങനെ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം, എന്താണ് മാസ്റ്റർ പ്ലാൻ. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. എന്നോട് സ്വാഭാവികമായിട്ടും എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജാണ്. പാലക്കാട് ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരാഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രവർത്തനങ്ങളുടെ കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തി. അതല്ലാതെ ഏതെങ്കിലും മാറ്റമോ മറിച്ചിലോ ഒന്നും അങ്ങനത്തെ ഒരു ചർച്ചയൊന്നും നടന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനുണ്ടല്ലോ. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് KPCCയിൽ ഒരു നേതൃമാറ്റം വേണമെന്നൊരു ആവശ്യം ശക്തമാണ്. അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അല്ല, അങ്ങനെ ഒരു ചർച്ച പാർട്ടി ഫോറത്തിലൊന്നും നടന്നിട്ടില്ല. ഇല്ലാത്തൊരു മാറ്റത്തിനെ കുറിച്ചിട്ട് അനാവശ്യ വിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. ഈ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആ ചർച്ചകൾ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? കാര്യം ഈ ഗ്രൂപ്പുള്ള കാലത്താണ് കോൺഗ്രസ് കൂടുതൽ കരുത്തായിട്ടുള്ളത് എന്ന് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ചിലർ പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം തർക്കങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? അല്ല, അതിനെക്കുറിച്ച് ചർച്ചയുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിൻ്റെ ചർച്ചയല്ല വേണ്ടത്. ഒന്ന്, ശ്രീമാൻ AK ആന്റണി സൂചിപ്പിച്ച പോലെ 2025 മുഖ്യ പ്രാധാന്യം, ലോക്കൽ ബോഡി ഇലക്ഷൻ. അത് കഴിഞ്ഞിട്ടാണല്ലോ 26 വരുന്നത്. ഇപ്പോൾ അതിനോടൊപ്പം മൂന്നാമത്തെ ഇലക്ഷൻ കൂടി വരുന്നുണ്ട്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി. അപ്പോൾ PV അൻവർ ഒരു കത്ത് UDF നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങയുടെ ആ വിഷയത്തിലെ നിലപാടെന്ത്? അല്ല, PV അൻവറിനെ എടുക്കുന്ന വിഷയത്തിൽ ആർക്കും ഒരു തർക്കമില്ല. ഇപ്പോൾ PV അൻവർ കോൺഗ്രസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര UDFിലേക്കോ വരുന്നതിന് ആരും എതിരല്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ആ പാർട്ടി ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായിട്ട് മാത്രമേ അംഗത്വമുള്ളൂ. ബംഗാളിനകത്തും പുറത്തൊക്കെ ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച വേണമെന്ന് പറയാൻ കാരണം. ഇപ്പം അൻവറിൻ്റെ വിഷയത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അൻവർ ഇപ്പോൾ കോൺഗ്രസ്സിലേക്കാണ് വരുന്നതെങ്കിൽ അദ്ദേഹം മുൻകാലത്ത് പിണറായി വിജയന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തടസ്സമല്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ചർച്ച വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം. ക്യാമറമാൻ ജിനു S രാജിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.